നമസ്കാരം. മനോഹരമായ ചിത്രങ്ങളും മാഗസിനുകളും ഇതേപോലുള്ള നോട്ടീസുകളും ഒക്കെ കാണുമ്പോൾ ഇതിലെ അക്ഷരങ്ങളും അക്കങ്ങളും കളറുകളും ഒക്കെയാണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിനനുയോജ്യമായ ഒരു സ്ഥാപനത്തെയാണ് ലൈവ് ടിവിയുടെ കേരള ഗൈഡ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കോട്ടയത്തെ സദേൺ പ്രിന്റിംഗ് ഹൗസ് ആൻഡ് എസ് അസോസിയേറ്റ്സ്. ഇതിൽ കൂടുതൽ വിശേഷങ്ങളും ഇവിടുത്തെ പ്രിന്റിംഗ് രീതികളും ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. കമാൺ. കോട്ടയം സദേൺ പ്രിന്റിംഗ് ഹൗസിന്റെയും എസ് അസോസിയേറ്റ്സിന്റെയും വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്നത് മാനേജിംഗ് പാർട്ട്ണർ സോണി ജോർജ് സാറാണ്. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമ്മുടെ സ്ഥാപനങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ സാർ? അച്ചടിയുടെ ആസ്ഥാനം കോട്ടയമാണെന്ന് തന്നെ പറയാം. ഈ സദേൺ പ്രിന്റിംഗ് ഹൗസ് എന്ന സ്ഥാപനം കോട്ടയത്തെ ആദ്യകാല പ്രസ്സുകളിൽ ഒന്നായിരുന്നു. 1997 ഞാനത് ഏറ്റെടുക്കുകയും പിന്നീട് വിപുലീകരിച്ച് നടത്തുകയും കോട്ടയം ടൗണിൽ തന്നെയായിരുന്നു ആദ്യകാല പ്രസ്. പിന്നീട് 2010 കൂടി എസ് അസോസിയേറ്റ്സ് എന്ന പേരിൽ ഞാനും എൻ്റെ പാർട്ട്ണറായ ജസ്റ്റിൻ ബോബി ജോസഫും കൂടി ചേർന്ന് കൂടുതൽ വിദേശ മിഷണറികൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് സീമസ് കോളേജിന് സമീപമായിട്ട് ഈ എസ് ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം കുമാരനല്ലൂർ സദേൺ പ്രിന്റിംഗ് ഹൗസ് അതിവിപുലമായ രീതിയിൽ വീണ്ടും മിഷണറികൾ ആഡ് ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ് ഉണ്ടായത്. സദേൺ പ്രിന്റിംഗ് ഹൗസിൽ എന്തൊക്കെ സേവനങ്ങളാണ് ആളുകൾക്ക് ലഭിക്കുന്നത് സാർ? ആധുനിക രീതിയിലുള്ള അച്ചടി, വിദേശ ഇമ്പോർട്ട് ചെയ്ത മിഷണറികളിൽ ഏറ്റവും ക്വാളിറ്റിയും കൃത്യതയാർന്ന പ്രിന്റിംഗ് ആണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ മറ്റ് ജില്ലകളിലുള്ള ചെറുകിട പ്രസ്സുകാരാണ്. അവർക്ക് കൃത്യമായ ഡെലിവറി ഞങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ മൾട്ടി കളർ പ്രിന്റിംഗ് സൗകര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, അതേക്കുറിച്ച് വിശദീകരിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ മൾട്ടി കളർ ഓൺലൈനിൽ വരുന്ന വർക്കുകൾ എടുത്ത് വളരെ ക്വാളിറ്റിയോടുകൂടി ഏത് സൈസിലും പോസ്റ്ററുകളെ, കാറ്റലോഗുകളെ, ബ്രോഷറുകളെ എല്ലാം ചെയ്തു കൊടുക്കുന്നു. അതേപോലെ ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള മെഷീനുകളാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാം. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെഷീനറികൾ കൊമേറി ലിത്രോൺ ജപ്പാൻ നിർമ്മിതമായ മെഷീനറിയാണ്. അത്
ഈ സദൺ പ്രിന്റിംഗ് ഹൗസ് ഈ സ്ഥാപനത്തിലും കോട്ടയത്തുള്ള എസ്&എസിലും ആ മെഷീനറികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എല്ലാം ഇമ്പോർട്ടൻറ്റ് മെഷീനറികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ബൾക്കായിട്ടുള്ള ഓർഡറുകളൊക്കെ സ്വീകരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലായി. എങ്കിലും പ്രഷർക്ക് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് ഡെലിവറി, പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡെലിവറി കൊടുക്കാനായിട്ട് കഴിയും. അതിന് ഉതകുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് നമുക്ക് നിലവിലുള്ളത്. അവരുടെ ഉറച്ച കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണം എന്നുള്ളത് എടുത്തു പറയേണ്ടതായുള്ള കാര്യവുമാണ്. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ ടീമിനെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരിച്ചെന്ന് പറയാമോ സർ? ഇത് നമ്മുടെ പ്രീ പ്രസ്സിലാണെങ്കിലും പോസ്റ്റ് പ്രസ്, അതുപോലെ തന്നെ പ്രിന്റിംഗ് മേഖലയിലും എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് എനിക്കും വളരെ ജോലി ഭാരം കുറവുണ്ട്. അവരുടെ ജോലിയിൽ ആത്മാർത്ഥത പാലിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് ഓൺലൈനിലൊക്കെ ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടോ സാർ? തീർച്ചയായിട്ടും ഓൺലൈനാണ്. വർക്ക് മുഴുവനും ഓൺലൈനായിട്ടാണ് വരുന്നത്. നമ്മളത് ഇവിടെ നിന്നും കൊറിയർ വഴി ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്ഥാപനത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയ താങ്കൾക്ക് പ്രത്യേക നന്ദി. താങ്ക് യു സാർ, ആധുനിക കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എത്രത്തോളം ഈ അച്ചടി മാധ്യമത്തിൻ്റെ ഒരു പ്രസക്തിയുണ്ട് സാർ? ഇത്ര വർഷത്തിൽ സേവനം വെച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവം, അതുപോലെ തന്നെ യുവജനങ്ങളിലും വളർന്നു വരുന്ന തലമുറയിൽ വായനയുടെ രീതി കുറഞ്ഞു വരുന്നു. അതൊക്കെ പ്രിന്റിംഗ് മേഖലയെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും അച്ചടിയുടെ പ്രസക്തി ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വായനാശീലം ആർക്കും പോയിട്ടില്ല അല്ലേ? സാർ, ആധുനിക കാലഘട്ടത്തിൽ ഈ പുതിയ തലമുറ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള സമയത്ത് ഈ അച്ചടി മാധ്യമങ്ങൾ എത്രത്തോളം പ്രസക്തി ഉണ്ട്, അതിനെ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത്? അത് ഒരു 90 കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം 80കളില് വായനയുടെ അതിപ്രസരമായിരുന്നു. എല്ലാവരെയും വായനയിലേക്ക് കൊണ്ടുവരുവാൻ തക്ക വിധം വളരെയധികം പ്രസിദ്ധീകരണങ്ങൾ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്നതാണ്. എന്നാൽ 2000-ന് ശേഷം അതൊക്കെ വളരെ കുറഞ്ഞു പോവുകയും ഈ സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടുകൂടി യുവജനങ്ങളിൽ വായനയുടെ കുറവ് വളരെ അധികം വന്നിട്ടുണ്ട്. അത് പ്രിന്റിംഗ് മേഖല ഒരു പരിധി വരെ അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് ഈ പ്രിന്റിംഗ് മേഖലയുടെ പ്രസക്തി, എന്നാലും പ്രിന്റിങ്ങിന്റെ പ്രസക്തി കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുക. അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ വാക്കുകളും അക്ഷരങ്ങളും ഒക്കെയാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ആ ഹൃദയത്തിന്റെ രൂപത്തിലാണ് ബുക്കുകളും പുസ്തകങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നത്. താങ്കളെപ്പോലുള്ള അച്ചടി മാധ്യമ രംഗത്ത് നിൽക്കുന്ന ആളുകളാണ് ഇതിന് കൂടുതലായി പ്രസക്തി കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബുക്ക് പ്രകാശനം ചെയ്യണമെങ്കിൽ, അത് ബുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്താണ് സാർ ചെയ്യേണ്ടത്? അവര് എഴുതി കഴിഞ്ഞാൽ അത് ഇതുപോലെ ഒരു നല്ലൊരു പബ്ലിഷറെ സമീപിച്ച് അത് എങ്ങനെ പുറത്തിറക്കാൻ സാധിക്കും എന്നുള്ള അവരുടെ ഒരു അഭിപ്രായം തേടിക്കൊണ്ട് അങ്ങനെയുള്ള വർക്കുകൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഫുള്ളായി ബുക്ക് പബ്ലിഷ് ചെയ്ത് രംഗത്തിറക്കി കൊടുക്കുന്നുണ്ട്. പ്രിന്റിംഗ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്യന്തികമായ കാര്യം ക്വാളിറ്റിയും പങ്ക്ച്വാലിറ്റിയുമാണ്. നമുക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്യാനായിട്ട് കഴിയണം, അല്ലെങ്കിൽ അത് പ്രോംപ്റ്റായിട്ട് ക്ലയന്റിന് എത്തിക്കാനായിട്ട് കഴിയണം. അത് രണ്ടും ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. മുഖമുദ്ര. അതുപോലെ തന്നെ സദൺ പ്രിന്റിംഗ് ഹൗസും എസ്&എസും തോളോട് തോൾ ചേർന്ന് ഞാനും ജസ്റ്റിനും നമ്മുടെ ക്ലയൻസും എല്ലാം ഒറ്റ കുടുംബത്തെ പോലെ ഞങ്ങളുടെ സ്റ്റാഫും അത് വളരെ സന്തോഷത്തോടെ പോവുകയാണ്. താങ്ക് യു. അപ്പോൾ ഈ മേഖലയിൽ ഇനി ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ. വായനാശീലം ഉണ്ടാക്കുന്നതിന് വേണ്ടി താങ്കളുടെ സുഹൃത്തിനെ പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് അനിവാര്യമാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. അച്ചടി എന്നുള്ളത് മനോഹരമായ ഒരു കലാവിരുതാണ്. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു നാമധേയമാണ് എസ്&എസ് അസോസിയേറ്റ്സിന്റെ സദേൺ പ്രിന്റിംഗ് ഹൗസ്. മനോഹരമായ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്, ഷിയാദ് ചങ്ങനാശ്ശേരി.